എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 5ഉം 6ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ഈ ഒരു സർഗം മുഴുവനും തന്നെ ഏതാണ്ട് ഈ വൃത്തങ്ങളിലാണ് കവി രചിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു വന്നത് ശ്രീകൃഷ്ണനെ വിട്ടുപിരിയാൻ നിൽക്കണ നന്ദഗോപരുടെ ദുഃഖം. അത് ശ്രീകൃഷ്ണനും മനസ്സിലായി. നന്ദഗോപരുടെ ആ ദുഃഖം എന്തായിരിക്കും, താനില്ലാതെ ഇനി എങ്ങനെയാണ് വ്രജം മുമ്പാക്കാൻ പോവുക എന്നുള്ളതൊക്കെ ശ്രീകൃഷ്ണനും അറിയാം. അതോടൊപ്പം തന്നെ വസുദേവരും വളരെയധികം അത് മനസ്സിലാക്കി. വസുദേവരെ പറ്റിയിട്ട് ഇവിടെ സുകുമാരകവി ഒരു വാക്ക് പറയുന്നുണ്ട്, പരഇംഗിതജ്ഞൻ എന്ന്. പരഇംഗിതജ്ഞത എന്ന് പറഞ്ഞാൽ വേറൊരാൾ എന്താവും ചിന്തിക്കണത് എന്ന് ആലോചിക്കാനുള്ള കഴിവാണ്. ആ ഒരു കഴിവ് വസുദേവർക്ക് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട്, അതായത് ആ സാഹചര്യം വെച്ചിട്ട് കുറേയൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കുറച്ചുകൂടി കൂടുതൽ ആയിട്ടത് അറിയാനുള്ളൊരു കഴിവ് വസുദേവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വസുദേവർ നന്ദഗോപരെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള വരികളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആദ്യം 5ാമത്തെ ശ്ലോകം ചൊല്ലാം. നന്ദസ്യ വിജ്ഞാതസുത പ്രവൃത്തേർവിഷാദമന്തർഗതമാശു ഹർത്തും പരേങ്കിതജ്ഞോ വിനയം വിവൃണ്വൻ നിത്യബ്രവീദാനഗദുന്ദുഭിസ്തം. ആദ്യം പദച്ഛേദം പറയാം. നന്ദസ്യ വിജ്ഞാതസുതപ്രവൃത്തേ വിഷാദം അന്തർഗതം ആശു ഹർത്തും പരേങ്കിതജ്ഞ വിനയം വിവൃണ്വൻ ഇതി അബ്രവീദ് ആനഗദുന്ദുഭി തം. ഇവിടെ നന്ദഗോപരോട് വസുദേവർ പറയുന്ന വാക്കുകളാണ്. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. വിജ്ഞാതസുതപ്രവൃത്തേ നന്ദസ്യ അന്തർഗതം വിഷാദം. വിജ്ഞാതസുതപ്രവൃത്തി, സുതൻ്റെ പ്രവൃത്തിയാണ് സുതപ്രവൃത്തി. അതായത് സുതൻ ഇവിടെ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് മധുരാപുരിയിൽ വന്നപ്പോൾ ഉണ്ടായത്. അതൊക്കെ കണ്ടു മനസ്സിലാക്കിയവനായ നന്ദഗോപര്. അതാണ് വിജ്ഞാത സുതപ്രവൃത്തേ നന്ദസ്യ. മകൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ആരാണ് തൻ്റെ പുത്രൻ എന്നുള്ളതൊക്കെ കുറേയൊക്കെ മനസ്സിലായ ആ നന്ദൻ്റെ, അതായത് അമ്പാടിയിലിരുന്ന കാലത്തെ ശ്രീകൃഷ്ണനൊന്നുമല്ല, ശരിക്കുമുള്ള കൃഷ്ണൻ ആരാണ് എന്നുള്ളത് തിരിച്ചറിവുണ്ടായി എന്ന് കൃഷ്ണനും മനസ്സിലായി. അതുപോലെ തന്നെ വസുദേവർക്കും മനസ്സിലായി. അപ്പോൾ വസുദേവർ എന്താണ് അതിൽ നടപടി എടുത്തതെന്നാണ് ഇവിടെ പറയണത്. അങ്ങനെയുള്ള നന്ദസ്യ നന്ദഗോപരുടെ അന്തർഗതം വിഷാദം ആശു ഹർത്തും, ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന, അതാണ് അന്തർഗതം. പുറത്തേക്കൊന്നും കാണിക്കുന്നില്ല, പക്ഷേ ഉള്ളിൽ നല്ലവണ്ണം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് ആ ദുഃഖം. അത് ആശു ഹർത്തും, ആ വിഷാദത്തിനെ, ഉള്ളിലുള്ള ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന്, ദുഃഖമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് വസുദേവരെ ആശ്വസിപ്പിക്കുന്ന വരികളാണ് വരാൻ പോണത്. അപ്പോൾ ആശുഹർത്തും, വേഗം തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് പരേങ്കിതജ്ഞ ആനകദുന്ദുഭി. അതാണ് ആനകദുന്ദുഭി എന്ന് പറഞ്ഞാൽ വസുദേവരാണ്. വസുദേവരുടെ വിശേഷണമായിട്ട് കൊടുക്കുകയാണ് പരേങ്കിതജ്ഞ. പരൻ്റെ, അതായത് മറ്റൊരാളുടെ, ഇംഗിതം, ഇംഗിതം ഇംഗ എന്നൊക്കെ പറഞ്ഞാൽ ആകാരം അല്ലെങ്കിൽ ഉള്ളിലിരിപ്പ്, മനസ്സിലെ ചിന്തകൾ, അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ കഴിവുള്ളവൻ. അതാണ് പരേങ്കിതജ്ഞ. മറ്റൊരാളുടെ ചിന്തകൾ ഇപ്പം എന്താവും നന്ദഗോപരൊക്കെ ആലോചിക്കുന്നുണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട് വസുദേവർക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പരേങ്കിതജ്ഞൻ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വസുദേവർ വിനയം വിവൃണ്വൻ, വളരെ വിനയത്തോടു കൂടിയിട്ട്, വിനയം വിവൃണ്വൻ വെച്ചാൽ തൻ്റെ മുഖത്തും അല്ലെങ്കിൽ തൻ്റെ ശരീരഭാഷയിൽ തന്നെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്. എന്തിനാ ഇത്രയധികം വിനയം കാണിക്കുന്നത് നന്ദഗോപരോട് എന്നാണെങ്കിൽ, തൻ്റെ മകനെ ഇത്രയും ദിവസം കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോറ്റിക്കൊണ്ട് വന്നില്ലേ, മകനാണ് എന്ന് അറിയാതെ, അതായത് വേറൊരാളുടെ മകനാണ് എന്നുള്ളത് അറിയാതെ, വസുദേവരുടെ മകനാണെന്നൊന്നും ആലോചിക്കാതെ, അറിയാതെ തൻ്റെ പുത്രനാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ നന്ദഗോപര് ശ്രീകൃഷ്ണനെ പരിപാലിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും വിനയം വരണത്. അതാണ് വിനയം വിവൃണ്വൻ. വിവൃണ്വൻ എന്നുള്ളതിന് പ്രദർശയൻ എന്നർത്ഥം. വിനയം കാണിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ, വിനയം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൃത്രിമത്വം ഇല്ല. ആ വസുദേവരുടെ
സ്വതസിദ്ധമായിട്ടുള്ള വിനയത്തോടു കൂടിയിട്ട് നന്ദഗോപരുടെ അടുത്ത് ചെന്നിട്ട് തം ഇതി അബ്രവീത്, നന്ദഗോപരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നന്ദഗോപർക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവണമല്ലോ, തിരിച്ചിനി ശ്രീകൃഷ്ണൻ അമ്പാടിയിലേക്കൊന്നും വരില്ല, ഒരു രാജ്യമാണ് കീഴടക്കിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ തിരിച്ച് ആ ഒരു വ്രജത്തിൽ കളിച്ച് ഗോപബാലകന്മാരുടെ കൂടെ പഴയ പോലെ ജീവിക്കാനൊന്നും ഇനി കൃഷ്ണനെ കിട്ടില്ല എന്നുള്ളത് നന്ദഗോപർക്ക് മനസ്സിലായി. അതായത് ആ ആളൊന്നുമല്ല, അങ്ങനെ അവിടെ ഓടിച്ചാടി നടക്കേണ്ട ഒരാളല്ല, അതിൽ പെട്ട ഒരാളല്ല കൃഷ്ണൻ എന്നുള്ളത് നല്ലവണ്ണം വ്യക്തമായി ഇവിടെ വന്നപ്പോൾ. പക്ഷേ നന്ദഗോപരുടെ പ്രവൃത്തികൾ അത്ര കണ്ട് ശുദ്ധവും, അതുപോലെ ഒരു മകനെ എങ്ങനെയാണോ സാരാക്കി വളർത്തുന്നത് അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അത് നന്ദഗോപരെ അറിയാത്തത് കൊണ്ട് കൂടി ഉണ്ടാവും. അങ്ങനെ അത്രയും സാരമായിട്ട് വളർത്തിയ മകൻ തൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവണ വിഷമം, അത് ഒരാളല്ല, രണ്ടുപേരും പോവുകയാണ്. കൃഷ്ണനും ഇല്ല, ഇനി രാമനും ഇല്ല എന്ന് പറയുമ്പോൾ നന്ദഗോപരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ നന്ദഗോപർക്ക് ഒരു കരുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വസുദേവർ നന്ദഗോപരോട് പറയുന്ന വാക്കുകളാണ് അടുത്തതായിട്ട് വർണ്ണിക്കുന്നത്. ഇനി ഒരു 5-6 ശ്ലോകത്തിൽ ആ വിഷയമാണ് വരണത്. നമുക്ക് 6ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പുരാശുനശ്ശേഭൈവ സ്വപിത്രാ ത്യക്തോ മയാ നിഷ്കരുണേന ശൗരി സ കൗശികേനേവ മഹാനുഭാവ സംരക്ഷിത സാധു കില ത്വയാസൗ. നമുക്കാദ്യം പദച്ഛേദം പറയാം. പുരാ ശുനശേഭ ഇവ സ്വപിത്ര ത്യക്ത മയാ നിഷ്കരുണേന ശൗരി സ കൗശികേന ഇവ മഹാനുഭാവ സംരക്ഷിത സാധു കില ത്വയാ അസൗ. ഇവിടെ ഒരു ഉദാഹരണമായിട്ടൊരു കഥ പറയാണ്. വിസ്തരിച്ചൊന്നും പറയണില്ല, കഥ ഒരു സൂചന കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നന്ദഗോപരെ വിളിക്കുകയാണ് മഹാനുഭാവ, വളരെ മഹാനുഭാവനായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള നന്ദഗോപർക്ക് അത്രയും മഹാനുഭാവിത്വം ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മകനാണോ മകനല്ലേ എന്നുള്ളതല്ല, ഒരു ബാലകനെ യാതൊരു കേടും കൂടാതെ ഇത്രയും കാലം വളർത്തി വലുതാക്കി എല്ലാ സംരക്ഷണങ്ങളും കൊടുത്ത് അവരവരുടെ മകനാണെങ്കിലും വേറൊരാളുടെ മകനാണെങ്കിലും വസുദേവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകനാണ്. നന്ദഗോപർക്ക് അതറിയില്ലായിരുന്നു. അതറിയില്ല എങ്കിലും രോഹിണി പോലെയുള്ളവരെയൊക്കെ അവിടെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. വസുദേവരുടെ ഒരു ഭാര്യയാണല്ലോ രോഹിണി. അപ്പോൾ യാതൊരു ഭേദവുമില്ലാതെ വസുദേവരുടെ പുത്രനാണ് എന്നറിഞ്ഞുകൊണ്ട് ബലരാമനെയും തൻ്റെ പുത്രനാണെന്ന് വിചാരിച്ചിട്ട് ശ്രീകൃഷ്ണനെയും അവിടെ തന്നെ വളർത്തിയല്ലോ, ഒരു ഭേദവും ഇല്ലാതെ. അതൊരു മഹാത്മാവിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വസുദേവർ നന്ദഗോപരെ മഹാത്മൻ എന്നൊക്കെ വിളിക്കുന്നത്, മഹാനുഭാവ എന്നൊക്കെ സംബോധന ചെയ്യണത്. പുരാ, പണ്ട് ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു പരിത്യാഗമുണ്ടായ അതിനെ പറ്റിയിട്ട് പറയാണ്. പുരാ നിഷ്കരുണേന സ്വപിത്ര, ഒരു കാരുണ്യവുമില്ലാത്തവനായ ഒരച്ഛനാൽ, തൻ്റെ അച്ഛനാൽ ശുനശേഭ ഇവ, ശുനശേഭൻ എന്നു പേരുള്ള ഒരു പുത്രൻ ഉപേക്ഷിക്കപ്പെട്ടു. ശുനശേഭ ത്യക്ത സ്വപിത്ര, ശുനശേഭൻ്റെ അച്ഛൻ ഋജീകൻ എന്നു പേരുള്ളൊരു മുനി ശുനശേഭനെ പരിത്യജിച്ചു, ഉപേക്ഷിച്ചു. എന്തിനാണ് ഉപേക്ഷിച്ചതെന്നാണെങ്കിൽ വിശ്വാമിത്രൻ്റെ യാഗത്തിന് വേണ്ടിയിട്ട്, യാഗപശുവായിട്ട് ഒരു ബാലകനെ, ഒരു ബ്രാഹ്മണനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഋജീകൻ തൻ്റെ പുത്രനായിട്ടുള്ള ശുനശേഭനെ നൽകുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ പ്രകൃത്യ ഇതൊന്നും സംഭവിക്കില്ല, ഒരച്ഛനും ഒരു മകനെ കൊടുക്കില്ല, ത്യജിക്കില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനത്തെ കഥകളൊക്കെ ചിലതുണ്ട്. മധ്യമ വ്യായോഗം എന്ന് പറഞ്ഞ നാടകത്തിൽ മധ്യമൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണകുമാരനെ അച്ഛനും അമ്മയും ത്യജിക്കുന്നതായിട്ടുള്ള കഥയാണ്. വളരെ ഭംഗിയായിട്ട് ഭാസൻ ചിത്രീകരിക്കുന്നുണ്ട്. 3 ആൺമക്കളുള്ള കേശവദാസൻ എന്നു പേരുള്ളൊരു ബ്രാഹ്മണൻ, അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടൊരു രാക്ഷസൻ വരുന്നു. അപ്പോൾ ആ രാക്ഷസന് വേണ്ടത് ഒരു ബ്രാഹ്മണനെയാണ്, ഒരു ബലി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബ്രാഹ്മണനെ. അപ്പോൾ 3 ആൺമക്കളിൽ ഒരാളെ തരണം എന്ന് പറയും. അപ്പോൾ അച്ഛൻ മൂത്ത മകനെ കയറി തൻ്റെ സ്വന്തമാക്കിയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പരമ്പര ഇനി പരിരക്ഷിക്കണമെങ്കിൽ ഈ മകനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂത്ത മകനെ കെട്ടിപ്പിടിക്കും. 3ാമത്തെ മകനെ അമ്മയും കെട്ടിപ്പിടിക്കും, എൻ്റെ സാരക്കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കും വേണ്ടാത്ത മധ്യമൻ അങ്ങനെ രാക്ഷസന് വേണ്ടിയിട്ട്, എന്നെ ആർക്കും വേണ്ടാച്ചാൽ രാക്ഷസനെങ്കിലും എന്നെ വേണ്ടിവരും എന്ന് പറഞ്ഞിട്ട് മധ്യമൻ ആ രാക്ഷസൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവസാനമായിട്ട് ഈ ബാലകൻ പറയും, എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവസാനത്തെ യാത്രയ്ക്ക് മുമ്പ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി എന്ത് ചെയ്തിട്ട് വരണില്ല. എന്നിട്ടാണ്
ഈ രാക്ഷസൻ പറയാണ് എന്താ അവൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ പറയാണ് പേരില്ല, പേരൊന്നുമില്ല, മധ്യമൻ എന്നാണ് അയാളെ വിളിക്കുക. അപ്പോൾ മധ്യമ എന്ന് ഉറക്ക വിളിക്കുകയാണ് രാക്ഷസൻ. അങ്ങനെ മധ്യമ എന്ന് വിളിക്കുമ്പോൾ വേറൊരു മധ്യമനാണ് കയറി വരുന്നത്. അവിടെയാണ് കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. മധ്യമൻ ഭീമസേനനാണ്. അതായത് കാട്ടിൽ ബാക്കി എല്ലാവരും പോയ സമയത്ത് ഭീമൻ കാട്ടിലുണ്ടായിരുന്നു. അന്ന് അവർ പാണ്ഡവന്മാരെ വനവാസം നടത്തുന്ന സമയത്താണ്. അപ്പോൾ മധ്യമ എന്ന് വിളിച്ചപ്പോൾ അവിടേക്ക് വരണത് ഭീമസേനൻ. ആരാ ഇവിടെ ഈ കാട്ടിൽ എന്നെ മധ്യമൻ എന്ന് വിളിക്കുന്നത്? സാധാരണ കൊട്ടാരത്തിൽ നഗരത്തിലൊക്കെയാണ് എന്നെ മധ്യമ എന്ന് എല്ലാവരും വിളിക്കാറുള്ളത്. അവർക്കേ അറിയുള്ളൂ ഈ രണ്ട് കുട്ടികൾ തൻ്റെ നേരെ സഹോദരങ്ങളല്ല എന്ന്, നകുലനും സഹദേവനും. അങ്ങനെ വരുമ്പോൾ ഭീമൻ മധ്യമനാണല്ലോ, അല്ലെങ്കിൽ അർജുനനാ മധ്യമൻ. അപ്പോൾ ആരെ ഇവിടെ ഈ കൊടുങ്കാട്ടിൽ എന്നെ വിളിക്കാൻ എന്ന് പറഞ്ഞ് വിളി കേട്ടുകൊണ്ട് വരണ മധ്യമൻ വേറെ. അങ്ങനെ ആ കഥ മാറിപ്പോവുകയാണ്. ശരിക്കും ഈ വരുന്ന രാക്ഷസൻ എന്ന് പറയുന്നത് ഭീമൻ്റെ തന്നെ പുത്രനായിട്ടുള്ള ഘടോത്കചനാണ്. അങ്ങനെ കഥ മാറിപ്പോണൊരു സന്ദർഭമുണ്ട്. അപ്പോൾ ഈ മധ്യമൻ എന്നുള്ള ആ ഒരു കഥയൊക്കെ വെച്ചിട്ടാണ് രണ്ടാമൂഴം എന്നുള്ള ആ ഒരു നോവൽ MT എഴുതിയത് എന്ന് ഒക്കെ പ്രസിദ്ധമാണ്. അപ്പോൾ അതുപോലെ മക്കളെ ത്യജിക്കുന്ന കഥകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആ ഒരു കഥ, ശുനശേഫൻ്റെ കഥ എടുത്തുകൊണ്ട് നന്ദഗോപരോട് വസുദേവർ പറയാണ്, പുരാ നിഷ്കരുണേന സ്വപിത്ര. അപ്പോൾ ശുനശേഫൻ്റെ അച്ഛൻ എത്ര കണ്ട് നിഷ്കരുണനായിരുന്നോ അതേപോലെ തന്നെ ഒരു കാരുണ്യമില്ലായ്മയാണ് ഞാനും കാട്ടിയത് എന്നാണ് പറയണത്. അപ്പോൾ കാരുണ്യമില്ലാത്തവനായ ഋചീക മുനി എങ്ങനെയാണോ സ്വപുത്രനായിട്ടുള്ള ശുനശേഫനെ ത്യജിച്ചത്, തദ്വത് അതുപോലെ മയാ എന്നാൽ ശൗരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ത്യക്ത പരിത്യജിക്കപ്പെട്ടു. സത്യത്തിൽ പരിത്യജിക്കുകയല്ല ഉണ്ടായത്, അവിടെ വളർന്നോളൂലോ, ഈ കംസൻ്റെ ആക്രമണങ്ങളൊന്നും ഇല്ലാതെ ആ ബാലകൻ അവിടെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് കിടത്തിയതാണ്. പക്ഷേ സത്യത്തിൽ ത്യജിച്ച പോലെ തന്നെയായി, പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ എന്നാൽ പരിത്യജിക്കപ്പെട്ട ശൗരി അങ്ങയുടെ സംരക്ഷണത്തിൽ എത്ര ഭംഗിയായിട്ട് അവിടെ വളർന്നു. എന്നിട്ടോ ആ ശുനശേഫൻ്റെ ഒരു ഉദാഹരണം പറയാണ്. ശുനശേഫനെ നോക്കിയത് ആരാണ്? വളർത്തിയത് വിശ്വാമിത്രനാണ്. കൗശികേന സൈവ, കൗശികനാൽ ശുനശേഫൻ എപ്രകാരമാണോ സംരക്ഷിക്കപ്പെട്ടത് അതുപോലെ ത്വയാ അസൗ സാധു സംരക്ഷിത കില, അങ്ങയാൽ ശൗരി വളരെ വേണ്ടതുപോലെ സംരക്ഷിക്കപ്പെട്ടു, വളർത്തുകയും ചെയ്തു അങ്ങ്. അപ്പോൾ കൗശികനെ, അതായത് വിശ്വാമിത്രന് ആയിട്ടാണ് ബലിക്കായിട്ട് ദാനം കൊടുത്തതെങ്കിലും വിശ്വാമിത്രൻ ആ ബാലകനെ ബലി നൽകിയില്ല, അതിനെ ജീവനോടെ കൂടി കൊണ്ടു നടന്നു. അങ്ങനെയാണ് ആ കഥ മാറിപ്പോണത്. അപ്പോൾ ബലി നൽകാൻ സാധിച്ചില്ല, അതായത് ശുനശേഫൻ എന്ന് പറഞ്ഞ ബാലകൻ്റെ ബലി നടന്നില്ല. അപ്പോൾ വിശ്വാമിത്രൻ ശുനശേഫനെ തൻ്റെ പുത്രനെ പോലെ സംരക്ഷിക്കുക ചെയ്തത്. അതുപോലെ അങ്ങ് നന്ദഗോപരോട് വസുദേവർ പറയാണ്, അങ്ങ് എൻ്റെ പുത്രനെ അങ്ങയുടെ സ്വന്തം മകനായിട്ട് വളർത്തുകയാണല്ലോ ഉണ്ടായത്. എത്ര ഭംഗിയായിട്ടാണ് അങ്ങ് ഇതുവരെയും പലരുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിച്ചത് എന്ന് ഒരു ഉദാഹരണ കഥ കൂട്ടിച്ചേർത്തുകൊണ്ട് വസുദേവർ നന്ദഗോപരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങ് ചെയ്ത വലിയൊരു കർമ്മമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യണത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. നന്ദസ്യ വിജ്ഞാതസുതപ്രവൃത്തേർവിഷാദമന്തർഗതമാശു ഹർത്തും പരേങ്കിതജ്ഞോ വിനയം വിവൃണ്വന്നിത്യബ്രവീദാനഗദുന്ദുഭിസ്തം പുരാശുനശേഭൈവ സ്വപിത്രാ ത്യക്തോ മയാ നിഷ്കരുണേന ശൗരി സ കൗശികേനേവ മഹാനുഭാവ സംരക്ഷിത സാധു കില ത്വയാസൗ. അപ്പോൾ അങ്ങനെ അങ്ങ് സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ബാലകനെ കിട്ടില്ല, എൻ്റെ വംശം നിലനിൽക്കില്ല എന്നൊക്കെയാണ് അടുത്തതായിട്ട് പറയണത്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.